അടുത്തതായി കേരള കേരളയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പാലക്കാട് മുണ്ടൂരിൽ സ്ഥിതി ചെയ്യുന്ന പവർ ബ്രിക്സിന്റെ വിശേഷങ്ങളാണ്. കണ്ടിട്ട് വരാം. നമസ്കാരം, കേരള ഗൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ എല്ലാവരുടെയും സ്വപ്നമാണ് സ്വന്തമായിട്ടൊരു വീട്. ആ വീട് വെക്കുമ്പോൾ നമ്മുടെ കുറേ നാളത്തെ അധ്വാനവും എല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ചൊരു വീട് വെക്കുമ്പോൾ ഒരുപാട് പ്ലാനുകൾ നമുക്കുണ്ടാവും. നമ്മൾ വിചാരിച്ചതിനെക്കാട്ടി നേരത്തെ പണി തീരണം, ചിലവ് കുറയ്ക്കണം, ലേബർ ചാർജ് കുറയ്ക്കണം, നല്ല ക്വാളിറ്റി വേണം, അതുപോലെ ഇങ്ങനത്തെ ഒരുപാട് പ്ലാനുകൾ നമ്മുടെ ഉള്ളിലുണ്ടാവും. അപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുന്നവർക്കൊക്കെ ഒരു സന്തോഷ വാർത്തയായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് പാലക്കാടാണ്. പാലക്കാട് കാലിക്കറ്റ് ദേശീയപാതയിൽ മുണ്ടൂരാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. അവിടെയുള്ള ഒരു പവർ ബ്രിക്സ്. അപ്പോൾ ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ ആ സ്ഥാപനം തുടങ്ങുന്നതിൽ മാത്രമല്ല, അത് ജനങ്ങൾക്ക് എങ്ങനെ ഉപകാരപ്രദമാവുന്നു എന്നുള്ളതിലാണ് ഏറ്റവും വലിയ കാര്യം ഇരിക്കുന്നത്. അങ്ങനെ ഒരു പ്രൊഡക്റ്റും കൂടിയാണ് ആ സ്ഥാപനത്തിൽ ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മൾ എന്തായാലും അവിടെ എത്തിയിരിക്കണം. അപ്പോൾ എന്തായാലും പവർ ബ്രിക്സ് ഇന്റർലോക്കിംഗ് വാൾ ബ്രിക്സിന്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ അതിന്റെ അമരക്കാർ 3 പേരാണ്, ജ്യേഷ്ഠനിയന്മാരാണ്. നമ്മുടെ ബാബുക്ക, അഷഫ് എന്നാണ് ശരിക്കും പേര്, പിന്നെ റിയാസിക്ക, ഷിയാസിക്ക, ഒരു 3 പേരുണ്ട്. ഇപ്പൊ നമ്മുടെ ആ കല്ലിന്റെ ഉറപ്പിനെ കുറിച്ച് പറയുമ്പോൾ ഇവരുടെ ആ കൂട്ടുകെട്ട്, ഇവരുടെ ആ ഒരു ജ്യേഷ്ഠനിയന്മാരുടെ ആ ഒരു ബന്ധമുണ്ട്, അതിനേക്കാട്ടും വലിയ ഉറപ്പാണ്. അപ്പൊ അതിലേക്കൊക്കെ വരാം. അപ്പൊ അതിന് തന്നെ നമസ്കാരം. എത്ര വർഷം ഈ സ്ഥാപനം തുടങ്ങിയിട്ട്? പവർ ബ്രിക്സ് 2018 സ്റ്റാർട്ട് ചെയ്തത്. 2018 സ്റ്റാർട്ട് ചെയ്തത്. അതിന് മുന്നേ വേറെ യൂണിറ്റുകളൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടുന്ന് മുറ്റത്ത് ഇന്റർലോക്കിംഗ് പേവേഴ്സ്, ഡിസൈൻ ടൈൽസ്, കാർപോർട്ട് ടൈൽസ്, അതൊക്കെ മാനുഫാക്ചറിംഗ് 2 യൂണിറ്റ് വേറെ ഉണ്ട്. നമ്മൾ 97 സ്റ്റാർട്ട് ചെയ്താണ് കമ്പനി. 97 നമ്മൾ ഫസ്റ്റ് പ്രോഡക്റ്റ് വന്നിട്ട് മൊസൈക് ടൈൽസ് മാനുഫാക്ചറിംഗ് ആയിരുന്നു. അത് ആരായിട്ടാ? അന്ന് വാപ്പയും ഏട്ടനായിരുന്നു അന്ന് തുടക്കത്തിൽ ഉണ്ടായിരുന്നത്. 97 സ്റ്റാർട്ട് ചെയ്തു. ഒരു 3 വർഷം കഴിഞ്ഞപ്പോൾ ആ മൊസൈക് ടൈൽസിന്റെ ഫീൽഡ് മെല്ലാണ്ട് ഔട്ട് ആവാൻ തുടങ്ങി. 97 അന്ന് മൊസൈക്കിന്റെ കാലഘട്ടത്തിൽ അന്ന് നമ്മൾ ടൈല് മാനുഫാക്ചറിംഗ് ആയിരുന്നു ആരംഭിച്ചു. അത് അന്ന് വേറെ ഉണ്ടായിരുന്നോ? പാലക്കാടൊക്കെ വേറെ കമ്പനികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മള് ഈ മൊസൈക് ടൈൽസ് മാനുഫാക്ചറിംഗ് ഏറ്റവും അവസാനം നിർത്തിയ കമ്പനി നമ്മളായിരുന്നു. 15ഓളം സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന അവസ്ഥ ആയത്, പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. നമ്മൾ മെല്ലെ പ്രൊഡക്റ്റ് മാറ്റി ഇവിടുന്ന് മുറ്റത്ത് വിരിക്കുന്ന ഇന്റർലോക്കിംഗ് പേവേഴ്സും അതുപോലെ കാർപോർട്ട്സ് ടൈൽസ് അതിലേക്ക് മെല്ലെ അതിനുശേഷം പിന്നെ നമ്മൾ റെന്റൽ ലോക്കിലേക്ക് ഇറങ്ങി. 2010 പിന്നെ പുതിയ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തു. അതും ഇത് തന്നെയാണ്, ഡിസൈൻ ടൈൽസും ഇന്റർലോക്കിംഗ് പേവേഴ്സും ആണ് അന്ന് ഉണ്ടായിരുന്നത്. അതും നമ്മൾ കുഴപ്പമില്ലാണ്ട് പോയി. 2010 ആ 2 യൂണിറ്റിലാണ് ഈ സാധനം ഉണ്ടാക്കുന്നത്. ഇപ്പം 2015 നമ്മൾ ഇന്റർലോക്കിംഗ് ബ്രിക്സിലേക്ക് നമ്മൾ കിടന്നേക്കുന്നത്. അപ്പൊ എന്നാലും കാലത്തിനൊത്ത് മാറിക്കൊണ്ടിരിക്കുകയാണ്, ശരിക്കും അങ്ങനെ ആവണം എന്നാണ് എല്ലാവരും പറയപ്പെടുന്നത്. അതാണ്. അപ്പൊ ഇപ്പൊ അങ്ങനെ വന്ന് അവസാനം നമ്മൾ മഡ് വെച്ച് വരെ ബ്രിക്സ് ഇന്റർലോക്കിംഗ് ബ്രിക്സ് സ്റ്റാർട്ട് ചെയ്ത് മഡിലായിരുന്നു. അതും 97 നമ്മളല്ല, 97 തുടങ്ങിയിട്ടുള്ളതാണ് മഡ് ഇന്റർലോക്കിംഗ് ബ്രിക്സ്. അത് അന്നൊന്നും സിമെന്റ് ഇന്റർലോക്കിംഗ് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. 2010 കൂടിയാണ് പിന്നെ സിമെന്റ് ഇന്റർലോക്ക് തുടങ്ങിയത്. അപ്പോൾ നമ്മൾ തുടങ്ങിയിട്ടില്ല. നമ്മൾ 2018 സ്റ്റാർട്ട് ചെയ്ത് മാർക്കറ്റിൽ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ 2018 തുടങ്ങുമ്പോൾ ഏകദേശം ആൾക്കാരെ കുറച്ചും കൂടി അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ തുടക്കത്തിൽ സിമെന്റ് ഇന്റർലോക്ക് തുടങ്ങിയെങ്കിലും അത് 4 വർഷം കഴിഞ്ഞപ്പം മഡിലൂടെ ആൾക്കാർ എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇതും കൂടി തുടങ്ങി, മഡ് ഇന്റർലോക്കും കൂടി തുടങ്ങി. ഇപ്പൊ ഈ മഡ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇപ്പോൾ നമുക്ക് കാരണം തണുപ്പ്, ഇപ്പൊ പാലക്കാട് എന്ന് പറഞ്ഞാൽ പാലക്കാടൻ ചൂടിനെ കുറിച്ച് ഇപ്പൊ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. അതിനൊക്കെ ഒരുവിധം പ്രതിരോധിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ മഡ് ഇന്റർലോക്കിങ്ങിൽ നമുക്ക് നല്ലപോലെ കൂളിംഗ് കിട്ടുന്ന കാര്യം കസ്റ്റമർ സൈഡിൽ നിന്നുള്ള ഫീഡ്ബാക്ക് ആണ്. അതുപോലെ നമ്മുടെ സിമെന്റ് ഇന്റർലോക്കിംഗ് ആണെങ്കിലും അതിലും ചൂടില്ല മീൻസ് നമ്മൾ മറ്റുള്ള ബ്രിക്സിലൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ കുറവാണ് സിമെന്റ് ഇന്റർലോക്കിങ്ങിലും. അതിനേക്കാൾ കുറവാണ് മഡ് ഇന്റർലോക്കിങ്ങിൽ.
ഓക്കെ, നമ്മളൊരു വീട് വെക്കുമ്പോൾ ഇപ്പൊ സാധാരണ നമ്മൾ സിമെന്റും ഇതൊക്കെ ഉപയോഗിച്ച് നമ്മൾ നോർമലി ഒരു വീട് വെക്കുന്നതിലും അല്ലെങ്കിൽ നമ്മളിപ്പോ ഈ നമ്മുടെ ഇന്റർലോക്കിംഗ് സിസ്റ്റം ഉപയോഗിച്ച് വീട് വെക്കുന്നതിലും തമ്മിലുള്ള വ്യത്യാസങ്ങളും പ്രത്യേകതകളും ഗുണങ്ങളും എന്തൊക്കെയാണ്? ഒന്ന്, സാമ്പത്തികമായിട്ട് ലാഭം കിട്ടും, സമയം ലാഭം കിട്ടും. സാമ്പത്തിക ലാഭം പറയുമ്പോൾ നമുക്ക് മറ്റുള്ള ബ്രിക്സുമായി കമ്പയർ ചെയ്യുന്ന സമയത്ത് മിനിമം 20%, മാക്സിമം 40% വരെയും നമുക്ക് ചുമരിന്റെ ആ കോസ്റ്റിൽ നമുക്ക് ലാഭിക്കാൻ പറ്റും. ശരി. പിന്നെ സമയം ലാഭം, നമുക്ക് നമ്മുടെ ഒരു 1000 സ്ക്വയർ ഫീറ്റ് വീടൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ വാള് ഉണ്ടാക്കാനായിട്ട് ശരിക്കും 2 ആഴ്ച പണി ഉണ്ടാവുള്ളൂ. അതിലിടയിൽ സെൻട്രിങ് വർക്ക്, ലിൻഡലിന്റെ വർക്ക് വരും എന്നല്ലാണ്ട് അതിന്റെ ടൈം പോവും. നമ്മളുടെ ബ്രിക്സിന്റെ വർക്ക് 2 ആഴ്ച കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് നമുക്ക് സ്ട്രക്ചർ ആക്കാൻ പറ്റും. മെയിൻ സ്ലാബ് അത് പിന്നെ സെൻട്രിങ് മണിക്കൂർ 2 പണിയാണ്. കാരണം അതിന് മുകളിൽ കൂടി ഒരു തേപ്പോ അങ്ങനെ ഇതിന് ഇന്റർലോക്കിങ്ങില് ഗുണം എന്ന് വെച്ചാൽ ഇടയിൽ മോർട്ടാർ, മട്ടി വേണ്ട, ചാന്ത് വേണ്ട. പല ഇതാ പറയുന്നത് മോർട്ടാർ, ചാന്ത്, മട്ടി എന്നൊക്കെ പറയുന്നത്, കലവ എന്നൊക്കെ പറയുന്നത് ഓരോ ഭാഗത്തും. ഇവിടെ പറയുന്നത് മട്ടി എന്നാ പറയുന്നത്. മട്ടി ഒഴിവാക്കി കിട്ടും. പിന്നെ 2 വശങ്ങളിലും പ്ലാസ്റ്ററിങ്, തേപ്പ്, അതും ഒഴിവാക്കി കിട്ടും. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനകത്തുള്ള റോ മെറ്റീരിയൽസ്, ലേബർ മാറ്റം കിട്ടും. നല്ലപോലെ നമുക്ക് ലാഭിക്കാൻ പറ്റും. പിന്നെ സമയം ലാഭം. സമയം ലാഭം. ഒരു വീട് എന്താ വെച്ചാൽ മെറ്റീരിയൽ കോസ്റ്റ് കൂടുതലാണ്, കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്. എംസാൻഡ് ആയിക്കോ ഏതാണെങ്കിലും കിട്ടാൻ ടൈറ്റ് ആണ്. അപ്പൊ അതിന്റെയൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. പിന്നെ ഭിത്തി കെട്ടിക്കൊണ്ടിരിക്കുന്ന സമയം നനയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല. അത് വെള്ളത്തിന് ഏറ്റവും വലിയൊരു പ്രത്യേകത വെള്ളവും സമയവും അത് നല്ല രീതിയിൽ നമുക്ക് ലാഭിക്കാൻ പറ്റും അല്ലേ? നമ്മളൊരു വീടൊക്കെ എന്തെങ്കിലും പ്ലാൻ ചെയ്യുമ്പോൾ പറയുന്നതിനെക്കാട്ടും ഒരു 3 ദിവസം മുമ്പ് തീരുകയാണെങ്കിൽ ഭയങ്കര ഹാപ്പി അല്ലേ? കാരണം അത് കഴിഞ്ഞു പോകുമ്പോഴാണ് നമ്മുടെ എല്ലാ പ്ലാനിങ്ങും തെറ്റണത്. അപ്പൊ അതിനൊക്കെ ഏറ്റവും വലിയൊരു എന്താ പറയാ, ഏറ്റവും വലിയൊരു ഉത്തരം തന്നെയാണ് അത്. അപ്പൊ എന്തായാലും എല്ലാവരും ഇത് എന്തായാലും ട്രൈ ചെയ്യണം. പിന്നെ നമുക്ക് നമ്മുടെ സേവനങ്ങൾ എങ്ങോട്ടൊക്കെ പാലക്കാട് നമുക്കിപ്പം ഇന്റർലോക്കിംഗ് ബ്രിക്സ്, ഇപ്പം സിമെന്റ് ഇന്റർലോക്കിംഗ് ആണ് പാലക്കാട് ജില്ല തന്നെ മാക്സിമം കവർ ചെയ്യാൻ പറ്റില്ല. അതിനപ്പുറത്തേക്ക് വരുമ്പോൾ നമ്മളെപ്പോലെ വേറെ യൂണിറ്റുകളൊക്കെ ഉണ്ട്. അപ്പൊ ആ ഭാഗത്ത് തന്നെ അവർക്ക് കസ്റ്റമേഴ്സിന് കിട്ടാണ്ട്. ഇപ്പൊ നമുക്ക് ചില കസ്റ്റമേഴ്സ് നമ്മുടെ തന്നെ വേണം നമ്മൾ എത്തിക്കാം, അത് വിഷയമല്ല. ട്രാൻസ്പോർട്ടേഷൻ ചെറിയൊരു കോസ്റ്റ് വരുന്നത് മാത്രം. പിന്നെ നമുക്ക് മഡ് ഇന്റർലോക്കിംഗ് പറയുകയാണെങ്കിൽ തമിഴ്നാട്ടിലേക്ക് നല്ലപോലെ എൻക്വയറി വരുന്നുണ്ട്. അത് പിന്നെ പ്രശ്നമല്ല, അവിടുത്തെ ആ കസ്റ്റമേഴ്സിന് പിന്നെ ട്രാൻസ്പോർട്ടേഷൻ വലിയ പ്രശ്നമില്ല. അവർക്ക് തമിഴ്നാട്ടിലത്തെ കസ്റ്റമേഴ്സിന് നമ്മുടെ കേരള ഇന്റർലോക്കിംഗ്, മഡ് ഇന്റർലോക്കിംഗ് എന്ന് പറയുമ്പോൾ ഭയങ്കര വാല്യൂ ആണ് ഇവിടുത്തെ പ്രൊഡക്റ്റിന്. നമ്മൾ ഈ കാഞ്ചീപുരം പട്ടെന്നൊക്കെ പറയുന്ന പോലെ തന്നെ നമ്മുടെ പട്ടിന് കേട്ടോ അതിന്റെയൊക്കെ വില മനസ്സിലാവുന്നുണ്ടോ? പുറത്തേക്കാണ് കൂടുതൽ ആൾക്കാർ എൻക്വയറി. നമ്മുടെ മാർക്കറ്റ് ഇവിടെയുണ്ട്, കേരളത്തിൽ പാലക്കാടും ഉണ്ട്. അവർക്ക് കുറച്ചും കൂടി നമുക്ക്, കാരണം ഇപ്പൊ മിക്ക സാധനങ്ങളും കേരളത്തിലേക്ക് പുറത്തുനിന്ന് വരികയാണ്, പുറത്തുനിന്ന് ഇങ്ങോട്ടേക്ക് വരികയാണ്. ഇവിടുന്ന് പോകുന്ന കുറച്ച് സാധനങ്ങൾ എനിക്ക് എന്റെ അറിവില് വലിയ അറിവൊന്നുമില്ല, കുറച്ച് സാധനം പോകാനുള്ളൂ. അതിൽ ഒരു ഐറ്റം എനിക്ക് തോന്നുന്നത് മഡ് ഇന്റർലോക്കിംഗ് അത്യാവശ്യം നല്ല രീതിയിൽ നമ്മളിപ്പോ ലാസ്റ്റ് കൊടുത്തു മേട്ടുപാളയം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പം ഒട്ടൻപുറം, പഴനി, അവിടത്തേക്കൊക്കെ പിന്നെ ഇതില് വേറൊരു പ്രത്യേകത, നമുക്കിപ്പോ പെയിന്റ് ചെയ്തില്ലെങ്കിലും പോളിഷ് ചെയ്തൊക്കെ യൂസ് ചെയ്യാം. വാർണിഷ് അടിച്ച് നമുക്ക് മഡ് ഇന്റർലോക്കിംഗിൽ വാർണിഷ് അടിച്ച് നമുക്ക് ഇതാക്കാം. ജോയിന്റ്സ് അടയ്ക്കുന്നത് മാത്രം. ജോയിന്റ്സ് അടയ്ക്കാൻ ഓക്കെ. പിന്നെ ഈ ഒരു നമ്മള് ആളുകൾക്ക് പല രീതിയിലുള്ള സംശയങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ, അങ്ങനെ ചിലർക്ക് ഉണ്ടെങ്കിൽ അത് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ചോദ്യമാണ്. നമ്മൾ എന്തായാലും ഇത് ലോക്ക് ചെയ്ത് വെക്കുന്ന ഒരു സിസ്റ്റമാണ്, നമ്മൾ സിമെന്റ് ഉപയോഗിക്കുന്നില്ല, ഇതില്ല. നമ്മൾ ക്വാളിറ്റിയുടെ കാര്യമൊക്കെ പറയുന്നുണ്ടെങ്കിലും അവർക്കൊരു, കാരണം നമ്മൾ പാരമ്പര്യമായിട്ട് നമ്മൾ ഉപയോഗിച്ച് പോന്നേക്കുന്ന തേച്ചുറപ്പിച്ച് മുകളിൽ കല്ല് വെച്ച് വളരെ നല്ല നീറ്റായിട്ട് കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ പുതിയൊരു സിസ്റ്റം ഒരു മാർക്കായാലും ഒരു ചെറിയൊരു ടെൻഷൻ ഉണ്ടാവും. കാരണം ഒരു വീട് വെക്കുക എന്ന് പറയുമ്പോൾ ഒരു എല്ലാവരുടെ സ്വപ്നമാണ്. അപ്പൊ അത് വെച്ച് കഴിഞ്ഞിട്ട് ഇനി കുറച്ചാൾ കഴിയുമ്പോഴത്തേക്ക് അത് ശരിയാവോ? അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അതിന് ചെറിയ ഉദാഹരണം വേണ്ടി പറഞ്ഞുതരാം. നമ്മളിപ്പോ ഇവിടെ നേരത്തെ ആറ്റുമണല്, കുഴമണലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അന്നൊന്നും എംസാൻഡ് ഉണ്ടായിരുന്നില്ല. ശരി. ആ കാലഘട്ടത്തെ എംസാൻഡ് വരുന്ന സമയത്ത് ആൾക്കാരുടെ
ഒരു എന്തായിരുന്നു ആ അവസ്ഥ. എംസാൻഡ് അധികം ആൾക്കാർ വേണ്ട എന്ന് പറഞ്ഞിരുന്നു. അന്ന് മണലേ ഉപയോഗിക്കുള്ളൂ എന്നൊരു അവസ്ഥയായിരുന്നു. കാലക്രമേണ മണല് കിട്ടാണ്ടാവുന്നതോടുകൂടി ഒരു ഓട്ടോമാറ്റിക്കലി എംസാൻഡ് മോശമല്ല, നല്ല സാധനം തന്നെയാണ്. എംസാൻഡ് ഉപയോഗിക്കുന്നുള്ളൂ ഇപ്പോൾ എംസാൻഡ്. അപ്പൊ അതുപോലെ തന്നെയാണ് ഈ ഒരു പ്രൊഡക്റ്റും. ഇറങ്ങുന്ന സമയത്ത് ആൾക്കാർക്ക് പല പല സംശയങ്ങളാണ്. അതിന് ഉദാഹരണം പറഞ്ഞത് പല പല സംശയങ്ങളാണ്. ഇത് നിൽക്കുക, ഇപ്പൊ ലോക്കിന് ഇടയിൽ മട്ടിലാണെങ്കിൽ നിൽക്കുക, ടേപ്പില്ലെങ്കിൽ ലീക്ക് വരില്ലേ, അങ്ങനെ പല പല സംശയങ്ങളാണ്. അതൊന്നും വരില്ല. ലോക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ഇടയിൽ ആ മോട്ടോർ വെക്കുന്നതിന്റെ ഗുണം തന്നെ ലോക്കിൽ വരുന്നത്. ശരിക്കും ഇതിന് എർത്ത് റെസിസ്റ്റൻസ് കൂടിയാണ് ഈ ലോക്കിങ്ങിൽ വരുന്നത്. അത് നമുക്ക് സൗത്ത് ആഫ്രിക്കയിൽ ഒരു കമ്പനി അത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ നോക്കിയാൽ യൂട്യൂബിൽ നോക്കിയാൽ അറിയാൻ പറ്റും. പ്രശ്നമില്ല. അതിന്റെ ആ ഒരു ഗുണം കൂടി കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ ലിൻഡിൽ വാർക്കുന്നു, മെയിൻ സ്ലാബ് വാർക്കുന്നു, നേരെ ലോഡ് വരുന്നു, സൈഡ് ഫോഴ്സിലൊന്നും സാധനം തെന്നി പോവൊന്നും ചെയ്യില്ല. അതിന്റെ വലിയ ഗുണം തന്നെയാണത്. അതുകൊണ്ട് ഈ നിൽക്കില്ല എന്നുള്ള പേടി വേണ്ട ആർക്കും. നമ്മൾ ആ രീതി. പിന്നെ സ്ട്രെങ്ത്തിനെ കുറിച്ച് പറയാം. പില്ലർ ഇല്ലാണ്ട് 3 നില ചെയ്തിട്ടുള്ളത് നമുക്ക് അതിന്റെ ഫോട്ടോസ് തരാം. പില്ലർ ഇല്ലാണ്ട് 3 നില ചെയ്തിട്ടുണ്ട്. ലോഡ് ബെയറിംഗ് ഒക്കെ പക്ക ലോഡ് ബെയറിംഗ് ആണ്. നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടുള്ള റിപ്പോർട്ട്, ലാബ് ടെസ്റ്റ് റിപ്പോർട്ട് തരാം. ഞാൻ ഇവിടെ വന്നപ്പോ എനിക്കൊരു വീഡിയോ കാണിച്ചതായിരുന്നു. അതായത് നമ്മൾ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി പലരും പലതും കാണിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ എന്നെ ഞെട്ടിച്ചൊരു കാര്യം, ഒരു ഫുൾ ലോഡ് ടിപ്പറിൽ ഫുൾ ലോഡ് കല്ല് കയറ്റിയിട്ട് ഇവിടുത്തെ നമ്മുടെ മഡ് ബ്രിക്കിന്റെ മുകളിൽ കൂടി കയറ്റി ഇറക്കി. ആ അരികോശമൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ പൊടിയുന്നല്ലാതെ കട്ട പൊട്ടുന്ന ഒരു പ്രശ്നം വന്നിട്ടില്ല. അത് വലിയ ഞെട്ടിച്ചു കളഞ്ഞാ സത്യം പറഞ്ഞാൽ. കാലുവണ്ടി വെക്കാറുള്ളത് ഫുൾ ലോഡും പുറത്ത് ആ വണ്ടി അതിലും മുകളിൽ കൂടി ഓടിച്ചു കയറ്റിയെന്നുള്ള കുറച്ചു നേരം ഹോൾഡ് ചെയ്തൊക്കെ നിർത്തിയതിന്റെ മുകളിൽ. അപ്പോ അത്രയും ക്വാളിറ്റിയാണ് നമുക്ക് ഇതിനെയൊക്കെ പറയപ്പെടുന്നത്. അപ്പൊ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യണം. കാരണം ഒരു വീട് വെക്കുമ്പോൾ ഒരുപാട് കാരണം നമുക്ക് സ്വസ്ഥമായിട്ട് വന്നിരുന്ന് ഉറങ്ങാനുള്ളതാണ് ഒരു വീട് എന്ന് പറഞ്ഞാൽ സമാധാനത്തില്. അപ്പൊ ഇത്തിരി തണുപ്പും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഒരു ആരെ വേണ്ടെന്ന് നോക്കിയാ. അപ്പൊ എന്തായാലും നല്ല അടിപൊളിയായിട്ട്. ഇനി എന്താണ് ഫ്യൂച്ചറിലേക്കുള്ള അടുത്ത പരിപാടികൾ എന്തൊക്കെയാണ്? മോഡൽ സൈസ് ഇപ്പൊ കല്ലുണ്ട് നമ്മുടെ അടുത്ത്. ഓക്കെ. ഈ മഡ് ബ്രിക്ക് ശരിക്കും മഡ് കേക്ക് എന്നാട്ടോ അത് പറയണ്ടേ, അത്ര ഫിനിഷിംഗ് ആണ്. അത് അത് നമ്മൾ എന്തായാലും ഇപ്പൊ കാണിക്കും. അപ്പൊ അത് മഡ് കേക്ക് എന്നാ അത് പറയണ്ട, മഡ് ബ്രിക്ക് എന്നും പറയുന്നത് അത്രയും ഫിനിഷിംഗ് ആണ്. അത് ഈ ലോക്ക് ചെയ്യാൻ പറ്റാത്ത മാത്രമായിട്ടുള്ള ചില കസ്റ്റമേഴ്സ് ലോക്കിനോട് പറഞ്ഞില്ലേ ചില, അപ്പൊ അവർക്ക് ഇതാകുമ്പോ കുറച്ചുകൂടെ തൃപ്തി. അത് നല്ലത് തന്നെയാണ്, അത് വിഷയമൊന്നുമില്ല. അപ്പൊ ലോക്കും ഈ മോട്ടോറും അതിനും തേപ്പിന്റെ ആവശ്യമില്ല. നമ്മുടെ ഏത് പ്രോഡക്റ്റിനും തേപ്പിന്റെ ആവശ്യമില്ല. പോയിന്റ് ചെയ്ത് വിടാം, അല്ലെങ്കിൽ ഫുൾ പുട്ടി ഉപയോഗിച്ച് സ്മൂത്ത് ഫിനിഷ് ആക്കി വിടാം, അല്ലെങ്കിൽ സിംഗിൾ കോട്ട് പുട്ടി ഉപയോഗിച്ച് ലൈൻ എടുത്ത് വിടാം. അതല്ലെങ്കിൽ ആ ജോയിന്റ്സ് മാത്രം അടച്ചിട്ട് നമുക്കത് പ്രൈമർ അടിച്ച് കളർ അടിച്ചാൽ സിമന്റ് ബ്രിക്കും ഉണ്ടല്ലേ, ലോക്ക് ഇല്ലാത്ത ഗ്രേ ബ്രിക്ക് നമ്മൾ ഡെവലപ്പ് ചെയ്ത പ്രോഡക്റ്റ് ആണ്. നമ്മൾ സിമന്റ് ഇന്റർലോക്കിന്റെ അതേ ഫിനിഷിംഗിൽ, അതും ലോക്ക് ഇല്ലാത്ത തന്നെയാണ്. അത് ഈ മഡ് ബ്രിക്കിന്റെ അതേ സൈസ് 12, 8, 6 സൈസ് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിനും തേപ്പിന്റെ ആവശ്യമില്ല. ലോഡ് ബെയറിംഗ് ആണ്. അതിന്റെ ടെസ്റ്റിന്റെ കാണിച്ചത് എല്ലാ ലോഡ് ബെയറിംഗ് ആണ്. ഇതിന്റെ എല്ലാ പ്ലാനിങ്ങും നിങ്ങൾ 3 പേരും കൂടി ഇരുന്നിട്ടാണ് നമ്മളത് പരസ്പരം അത് ഓരോ ഐഡിയ വരുമ്പോൾ സംസാരിച്ച് 3 പേരും ഒരു തീരുമാനത്തിലെത്തിയിട്ട് പിന്നെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് പഠനങ്ങളൊക്കെ, ട്രാവലിംഗ് അങ്ങനെ പരിപാടികളൊക്കെ ഉണ്ട്. പല ഏരിയയിൽ പല കൺസൾട്ടൻസ് ഒക്കെ നടക്കുന്നുണ്ട്. യാത്രകൾ ചെയ്യാറുണ്ട്, പക്ഷെ കൂടുതലായിട്ട് അതിനോട് നമ്മൾ മാക്സിമം ഇവിടെ ഇതെന്താണ് ചെയ്യണത്. എന്താണ് ഇനി ഫ്യൂച്ചറിലേക്ക് എന്തൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്? നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ അടുത്ത കൺസ്ട്രക്ഷൻ ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട് മാക്സിമം ഓരോ ഐറ്റം കയറ്റും. അപ്പം നമ്മൾ നേരത്തെ ഉണ്ടായിരുന്നത് ഇപ്പം വീടിന്റെ മുറ്റത്ത് വിരിക്കുന്ന ഇന്റർലോക്കിംഗ് പേവേഴ്സ് എന്ന് വെച്ചാൽ ഒരു വീടിന്റെ ഏറ്റവും അവസാനത്തെ പ്രൊഡക്റ്റ് ആണ് അത്. നമ്മൾ അതിൽ നിന്ന് മാറി നമ്മൾ വീടിന്റെ തുടക്കത്തിൽ തന്നെ ഒരു വന്നിരിക്കുന്ന രീതി ഇപ്പോൾ ഇന്റർലോക്കിംഗ് ബ്രിക്സ് കൊണ്ട് വന്നപ്പോൾ നമ്മൾ വീടിന്റെ തുടക്കത്തിൽ തന്നെ ആയി. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇനി അടുത്ത പ്രൊഡക്റ്റ് അതുമായി ബന്ധപ്പെട്ട് ഈ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട് അടുത്തടുത്ത ഐറ്റംസ് നമ്മൾ എല്ലാം ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ എന്തായാലും കാലത്തിനൊത്ത് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ്സേഴ്സിനെയാണ് നമ്മളിപ്പോ കണ്ടത്. കാരണം മൊസൈക്കിന്റെ കാലഘട്ടത്തിൽ അന്ന് മൊസൈക്ക് ടൈൽ ഇറക്കി, പിന്നെ നമ്മൾ എന്താ പറയാ മുറ്റത്തൊക്കെ ഇരിക്കുന്ന ടൈലുകൾ ഇറക്കി, അങ്ങനെ വന്ന് ഇപ്പൊ ആ മഡ് വെച്ചിട്ട് ബ്രിക്കുകൾ ഉണ്ടാക്കിയാണ്. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. ഇങ്ങനെയുള്ള സംരംഭകരെയാണ് നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ളത്. കാരണം ജനങ്ങൾക്ക് എത്രത്തോളം ഉപകാരപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അപ്പൊ ഇനിയും ഒരുപാട് വിവരങ്ങളിലേക്ക് നമ്മുടെ ബിസിനസ് വളരട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ ഒരു കൂട്ടുകെട്ട് എന്നും നിലനിൽക്കട്ടെ. അപ്പോ ഓൾ ദ ബെസ്റ്റ് കേട്ടോ. അപ്പൊ കാണാം. താങ്ക് യു.